കുറച്ച് നാളെ വന്നിട്ട്. മറ്റൊന്നുമല്ല, പ്രതികരിക്കാനുള്ളൊരു സ്വഭാവത്തെ ഇത്തിരി കുറച്ച് കൊണ്ടുവരികയാണ്. താൽക്കാലികമാണ് അത്. കാരണം മനസ്സിൽ പ്രതികരണം എന്നുള്ളത് ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ചിലതൊക്കെ കാണുമ്പോഴേ പ്രതികരിക്കുമ്പോൾ അത് വിദ്വേഷങ്ങൾക്കും വിരോധങ്ങൾക്കും ഇടവരും. അല്ലെങ്കിൽ പിന്നെ ആത്മവഞ്ചന നടത്തിയിട്ട് നിഷ്പക്ഷത കൈവെടിഞ്ഞിട്ട് സംസാരിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ദിവസം വിടാൻ കാരണം. പിന്നെ മറ്റ് കാഴ്ചകളുണ്ട്. ഇടയ്ക്ക് കവിതയൊക്കെ ചൊല്ലിയിട്ടുണ്ടാവില്ല. ഓക്കെ, എനിവേ ഞാൻ ഇന്ന് വന്നത് എന്തിനറിയോ? ഇന്ന് വന്നത് ലോക വോളിബോൾ ദിനാശംസകൾ നേരാൻ വേണ്ടിയിട്ടാണ്. ലോകത്തുള്ള എല്ലാ വോളിബോൾ പ്രേമികൾക്കും കളിക്കാർക്കും ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ജൂലൈ 7-നാണ്, മിനിഞ്ഞാന്നാണ് കഴിഞ്ഞത്. ഞാൻ ഇന്നൊരു വാർത്തയിൽ കണ്ടപ്പോഴാണ് ഇഷ്ടമുള്ളൊരു ഗെയിം ആയതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ടാണെങ്കിലും ലോക വോളിബോൾ ആശംസകൾ നേരാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. 1895 വില്യം ജി മോർഗൻ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കായികാധ്യാപകൻ വോളിബോൾ കണ്ടെത്തിയത്. ബാസ്കറ്റ്ബോളും ബേസ്ബോളും ഹാൻഡ്ബോളും ടെന്നീസ് എല്ലാം കൂടി സംയുക്തമായിട്ട് അതിൽ നിന്ന് രൂപങ്ങൾ എടുത്തിട്ടാണ് ഈ വോളിബോൾ കണ്ടെത്തിയത്. അപ്പോൾ അതിനൊക്കെ പണ്ട് മിൻഡോനെറ്റ് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് രേഖകളിൽ കാണുന്നുണ്ട്. 1921 മദ്രാസിലെ YMCAയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വോളിബോൾ അവതരിപ്പിച്ചതെന്ന് രേഖകൾ കാണുന്നു. അതുപോലെ തന്നെ ലോകത്ത് ഔദ്യോഗികമായിട്ട് അന്താരാഷ്ട്ര വോളിബോൾ മത്സരം നടത്തിയത് 1913 മനിലയിൽ വെച്ചാണെന്നും രേഖകൾ കാണുന്നുണ്ട്. വെറുതെ ഒരു വിഹകമായിട്ടുള്ള ഒരു 2 വാചകം പറഞ്ഞെന്ന് മാത്രം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വോളിബോൾ ഏറെ ഇഷ്ടമുള്ള കളിയാണ്. അതുകൊണ്ടാണ് നാട്ടുവെളിച്ചത്തിലൂടെ 4 വാചകം പറയാമെന്ന് വെച്ചത്. ചെറുപ്പത്തിലൊക്കെ ജോലി കിട്ടുന്നതിന് മുമ്പ്, പഠനത്തിന് ശേഷം വട്ടത്തിരിയുന്ന കാലത്ത്, ഞങ്ങളുടെ നാട്ടിൽ വട്ടത്തിരിയാന്നാണ് പറയുക, കറങ്ങി നടക്കുക. വണ്ടാഴി കിഴക്കേത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും ഞാൻ. ഒഴിഞ്ഞ പാടത്ത് കളിയുണ്ടെന്ന് അന്ന് കളിക്കുക. അന്ന് സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് കളിക്കുന്ന കാലഘട്ടത്തിൽ നല്ല രസമായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും അവിടുത്തെ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള അന്ന് കളി കാണാൻ വന്ന് നിന്നിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും കാണുമ്പോൾ അന്നത്തെ കളിയെക്കുറിച്ച് പറയാറുണ്ടെന്നുള്ളതാണ് ഭയങ്കരമായൊരു സന്തോഷം കാണും. പിന്നെ വോളിബോളിനെ സംബന്ധിച്ച് 2 മരുമക്കൾ, 2 സഹോദരിമാരുടെ 2 മക്കളും വോളിബോൾ പ്രേമികളാണ്. ഒരാൾ ജോലി കിട്ടി, മറ്റൊരാൾ നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ ചില വിവേചനങ്ങളെയൊക്കെ ഫലമായിട്ട് അവൻ ഒന്നും ആകാതെ പോവുകയും ചെയ്തു. ഡിഗ്രി വരെ പഠിച്ചു, ഹോസ്റ്റലിലാണ് പഠിച്ചത്. ഞാൻ വിവേചനത്തിനെ കുറിച്ചൊക്കെ പിന്നീട് പറയാം. ഏതായാലും നമ്മളാരെയും വെറുപ്പുണ്ടാക്കണ്ടല്ലോ. ജൻഷാദ് എന്ന് പറഞ്ഞ അവൻ്റെ പേര് മനാഫ് എന്നാണ്. മനാഫിനെ സംബന്ധിച്ച് പറഞ്ഞ നല്ല കളിപ്രേമിയാണ്. ശരീരത്തിൽ മൊത്തം സ്പിരിറ്റാണ്. അവന് വോളിബോൾ സ്പിരിറ്റാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നു? എല്ലാവരും അങ്ങനത്തെ, പലരും അങ്ങനെ പോയിട്ടുണ്ടല്ലോ. കളിയിലൊന്നും ആകാതെ പോയിട്ടുണ്ടല്ലോ. ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ജൻഷാദെ സംബന്ധിച്ച് അവൻ 10ാം ക്ലാസ് വരെ അവൻ്റെ കളി കണ്ടെത്തിയത് ഞാൻ ഇടയ്ക്കൊക്കെ ഓർമ്മിക്കുന്ന മംഗളാം ലൂർദുമാത സ്കൂളിലെ സെലിൻ ടീച്ചറും, ലൂർദുമാത സ്കൂൾ ഹൈസ്കൂൾ സെലിൻ ടീച്ചർ, അതുപോലെ കോച്ച് ബേബി സാറ്, അതുപോലെ പ്രാഥമിക പാഠങ്ങളൊക്കെ അവനെ കണ്ടെത്തിയത് അവരാണ്. നന്ദിയോടെ ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം പിന്നീട് SLC കഴിഞ്ഞ് സ്പോർട്സ് കൗൺസിലിൻ്റെ പരീക്ഷ എഴുതി ട്രയലിനിറങ്ങി. അതിനുശേഷം അവന് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരനും പഴയ ടൈറ്റാനിയം കളിക്കാരനായിട്ടുള്ള അനി പറഞ്ഞു, ഞങ്ങൾ അനീനെ വിളിക്കുക, നല്ല മിടുക്കനാണ്. അപ്പോൾ അന്നത്തെ കളി അറ്റാക്ക് നല്ല അടിപൊളി കളിക്കാരനാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ജൻഷാദിനെ നമുക്ക് പാലിശ്ശേരിയിൽ ചേർത്താം, സഞ്ജയ് സാറിൻ്റെ അടുത്ത് ചേർത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചാലിക്കുട്ടിക്കടുത്തുള്ള പാലിശ്ശേരി SNDP സ്കൂളിൽ ജൻഷാദിനെ ചേർത്തുന്നത്. അവിടെയാണ് +1 +2 പഠിച്ചു കഴിയുമ്പോഴേക്കും അവൻ്റെ പ്രായത്തിലുള്ള അറിയപ്പെടുന്ന ഒരു സെറ്ററായിട്ട് മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ മാറ്റിയെടുത്തു സഞ്ജയ് സാർ. പിന്നീട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോക്ക്. ആ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് ദൈവദൂതനെ പോലെ വന്നിറങ്ങിയ സഞ്ജയ് സാറുടെയൊക്കെ നിർദ്ദേശപ്രകാരം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ 19ാമത്തെ വയസ്സിൽ KSEBയിൽ ജൻഷാദ് സ്റ്റാഫായിട്ട് കയറുകയാണ്. കളിക്കാരനായിട്ടും സ്റ്റാഫായിട്ടും കയറുകയാണ്. ഒരു തവണ നാഷണൽ വിന്നർ ആയിട്ടുള്ള ടീമിൽ അവൻ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. കേരളം വിന്നറായിട്ടുള്ള ടീമിൽ ഇവൻ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നല്ല നേട്ടങ്ങളോടുകൂടി തന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ 4ാം സീസണിൽ, പ്രൈം ബോളിയുടെ 4ാം സീസണിലും കളിക്കുന്നുണ്ട്. 2 തവണ കൽക്കത്ത തണ്ടർ ബോൾട്ടിന് വേണ്ടിയും, 3ാം തവണ ഡൽഹി തൂഫാന് വേണ്ടിയും, 4ാം തവണ കൊച്ചിൻ ബ്ലൂ സ്പൈക്കേഴ്സിന് വേണ്ടിയിട്ട് അവൻ പന്ത് തട്ടും. എന്താണെങ്കിലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
നന്നായിട്ട് കളിക്കട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ കൈക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്ന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ടീം പ്ലേ ആണ്. വോളിബോള്, ഫുട്ബോള്, ക്രിക്കറ്റ്, ഹോക്കി, അങ്ങനെ പല ടീം പ്ലേസ് ഉണ്ട്. ഇതിലേക്കുള്ള തകരാറ് എന്താ അറിയാണ്, ചില കളി അറിയാൻ അല്ലെങ്കിൽ കളി ഇത്തിരി കുറവുള്ള ആളുകൾ, കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എന്തിൻ്റെയൊക്കെ ഹോൾഡ് ഉണ്ടെങ്കിൽ അവർ കയറി പറ്റും. അപ്പോഴേ തഴയപ്പെടുന്ന ആരാ അറിയോ, കളി നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഉഗ്രൻ കളിക്കാരായിരിക്കും തഴയപ്പെടുക. വോളിബോൾ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അതിൽ പല ഘടകങ്ങളുണ്ട്, പല തലങ്ങളിലുള്ള ഹോൾഡാണ് വരിക. അത് പൊളിറ്റിക്കൽ വരും, അല്ലെങ്കിൽ കോച്ചുമാരുടെ ബന്ധുക്കളായിട്ട് വരും, അല്ലെങ്കിൽ കോച്ചുമാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെരുമാറ്റത്തിൽ. എന്നിട്ട് ട്രയലിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഒരു ചെറിയൊരു പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തട്ടും. നല്ല കളിക്കാരനാണെങ്കിലും കാര്യമില്ല, അപ്പം തട്ടിക്കളയും. അങ്ങനെ എത്രയോ ആളുകളുടെ കരച്ചിൽ കണ്ട വേദി കൂടിയാണ് ഇത്തരം ടീം പ്ലേകളിലെ ഒന്നായിട്ടുള്ള വോളിബോൾ. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കണില്ല. എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ ശാപവാക്കുകൾ ഇത്തരത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നാളെ കാലത്തിനോട് മറുപടി പറയേണ്ടി വരും എന്ന് പറയാനും കൂടി ഞാൻ ഈ വേദി ആഗ്രഹിക്കുകയാണ്. ഭയങ്കര കരച്ചിലായിരിക്കും അവർക്ക്. ആലോചിച്ച് നോക്ക്, നല്ല കളിക്കാരനാണ്, പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ അവൻ്റെ ലിസ്റ്റ് വരുമ്പോൾ അവൻ്റെ പേരുണ്ടാവില്ല. അതിന് പകരം ഇവനോളം കളിക്കാത്ത ആളുകൾ കയറിയിരിക്കും. അതുപോലെ കോച്ചുമാരുടെ ചില ധാർഷ്ട്യങ്ങൾ, ചില നിർബന്ധ ബുദ്ധികൾ, ചില ഈഗോസ്, ഇതെല്ലാം നല്ല കളിക്കാരെ തഴയപ്പെട്ട് നിർത്തുകയും അല്ലെങ്കിൽ ബെഞ്ചിലിരുത്തുകയും ചെയ്യുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വയ്ക്കുന്നു, അത്തരം കോച്ചുമാർ കാലത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരട്ടെ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഞാൻ. എന്ന് പറയാം, അവരുടെയൊക്കെ ഈ കുട്ടികളുടെയൊക്കെ അല്ലെങ്കിൽ ഇത്രയും കഴിവും പ്രാപ്തിയുള്ള ആളുകൾ തടയപ്പെടുമ്പോൾ, അതും ഇത്തരത്തിലുള്ള കോച്ചുമാരുടെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹോൾഡ് ഉള്ള രീതിയിലുള്ള ആളുകളുടെയൊക്കെ ശ്രമഫലമായിട്ട് നല്ല ആളുകൾ തഴയപ്പെടുകയും മിടുക്കനായിട്ടുള്ള ആളുകൾ തഴയപ്പെടുകയും ഒന്നും കഴിവില്ലാത്ത ആൾക്കാർ കയറിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടല്ലോ, അതിൽ അവരുടെ കണ്ണീര് വേണ്ടിയില്ല, അതിന് ഉത്തരം അവർ പറയേണ്ടി വരും. ഞാൻ നിർത്തുകയാണ്. എൻ്റെ പയ്യൻ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവൻ്റെ കുറച്ച് കളി കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെ അവസാനിപ്പിക്കാം. എല്ലാ ലോക വോളിബോൾ പ്രേമികൾക്കും ആശംസകൾ നേരുന്നു. ഒപ്പം ലോകത്തിലെ, ഇന്ത്യയിലെ, കേരളത്തിലെ കളിക്കാർക്ക് മുഴുവൻ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ നിഷ്പക്ഷമായിട്ടും സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും വിവേചനമില്ലാതെയും കളിക്കാരെ നയിക്കുന്ന കോച്ചുമാർക്കും ആശംസകൾ നേരുന്നു. നേരെ മറിച്ച് വിവേചനത്തോടെയും ധാർഷ്ട്യത്തോടെയും സങ്കുചിത മനോഭാവത്തോടെയും ഒക്കെ പെരുമാറി ഏതെങ്കിലുമൊക്കെ ആളുകളെ തഴയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കോച്ചുമാർ കാലത്തോട് മറുപടി പറയട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ.